ഹലോ എവരിവൺ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വൈറ്റ് കോളർ ക്രൈമാണ്. വൈറ്റ് കോളർ ക്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അതിന് ഡെഫിനിഷൻ നോക്കാം. വൈറ്റ് കോളർ ക്രൈം ഇസ് എ ടിപ്പിക്കലി കമ്മിറ്റഡ് ബൈ ഇൻഡിവിജ്വൽ ഓഫ് ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഇൻ ദെയർ ഒക്യുപ്പേഷൻ. വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നത് ഹൈ സ്റ്റാറ്റസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നടത്തുന്ന ക്രൈമിനെയാണ് വൈറ്റ് കോളർ ക്രൈം എന്ന് പറയുന്നത്. എഡ്വിൻ സൂദർലാൻഡാണ് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് 1939. ഇനി നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നോൺ വയലൻറ്റ്, ഫിനാൻഷ്യൽ മോട്ടിവേറ്റഡ് ആൻഡ് ഒക്യുപ്പേഷണൽ കണ്ടക്റ്റാണ്. നോൺ വയലൻറ്റ് എന്ന് പറയുന്നത് ഇതൊരിക്കലും ഫിസിക്കൽ ഫോഴ്സോ അല്ലെങ്കിൽ വയലൻസോ ഉണ്ടാക്കുന്നില്ല. ഫ്രോഡ്, മാനിപ്പുലേഷൻ ഇതിലൂടെയൊക്കെയാണ് നടത്തുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേറ്റഡ് ആണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഗെയിൻ ആണ്. ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓക്കെ. ആൻഡ് ഒക്യുപ്പേഷണൽ കോൺട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫൻഡേഴ്സ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു പൊസിഷൻ അവർ ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അടുത്ത പറയുന്ന ടൈപ്സ് ഓഫ് വൈറ്റ് കോളർ ക്രൈംസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് കോർപ്പറേറ്റ് ക്രൈം. ക്രൈംസ് കമ്മിറ്റഡ് ബൈ എ കോർപ്പറേഷൻ ഓർ ഇൻഡിവിജ്വൽ ആക്ഷൻ ഓൺ ഇറ്റ്സ് ബിഹാഫ്. കോർപ്പറേറ്റ് ക്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന ക്രൈംസാണ് ഈ കോർപ്പറേറ്റ് ക്രൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിളായിട്ട് ഈ എന്താ പറയുക, ഫാൾസ് അഡ്വർടൈസിങ്, അതേപോലെ സെക്യൂരിറ്റി ഫ്രോഡ്, ഇതെല്ലാം പറ്റും. ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ അതേപോലെ എംപ്ലോയീസിനെയാണ് ബാധിക്കുന്നത്. ആൻഡ് ഈ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുകയും അതേപോലത്തെ കോസ്റ്റ് കുറവായിരിക്കും ഉണ്ടായിരിക്കാം. ആൻഡ് അടുത്ത് പറയുന്നത് ഒക്യുപ്പേഷണൽ ക്രൈമാണ്. ഒക്യുപ്പേഷണൽ ക്രൈം എന്ന് പറയുന്നത് ക്രൈംസ് കമ്മിറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് ഇൻ ദെയർ ഒക്യുപ്പേഷണൽ റോൾസ്. ഒക്യുപ്പേഷണൽ റോൾസ് വെച്ചിട്ട് ക്രൈം കമ്മിറ്റ് ചെയ്യാം. ഓക്കെ. ഹെൽത്ത് കെയർ ഫ്രോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഗെയിനിന് വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റഡ് പ്രൊഫഷൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ബിസിനസ്സിൻ്റെ ക്ലയൻസിന് ബാധിക്കും. അതേപോലെ ഫിനാൻഷ്യൽ ലോസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഗവൺമെൻറ്റൽ ക്രൈമാണ്. ഗവൺമെൻറ്റൽ ക്രൈം എന്ന് പറയുന്ന ഇല്ലീഗൽ ആക്ട് കമ്മിറ്റഡ് ബൈ ഗവൺമെൻറ് ഒഫീഷ്യൽസ്. എക്സാമ്പിളായിട്ട് കറപ്ഷൻസ് വരും. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഇല്ലീഗൽ ആക്ട് കമ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അവരുടെ പവർ അബ്യൂസ് ചെയ്യാം. അതേപോലെ പബ്ലിക് ട്രസ്റ്റ് ഈ ഒരു ഗവൺമെൻറ് ഓഫീസേഴ്സ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് സൈബർ ക്രൈമാണ്. സൈബർ ക്രൈം എന്ന് പറയുന്നത് ക്രൈം കണ്ടക്റ്റഡ് ത്രൂ ദി ഇൻ്റർനെറ്റ് ഓർ അതർ ഡിജിറ്റൽ മീൻസ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈമാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. കാരണം നമ്മളെ ബാങ്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേഴ്സണൽ ഡാറ്റാസും കാര്യങ്ങളും നമ്മുടെ ഒരു ഡിജിറ്റൽ ഡിവൈസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ഈ ഇൻ്റർനെറ്റ് വഴി ക്രൈം നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് ഹാക്കിങ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഓക്കെ. ആൻഡ് ഈ ഒരു ഡാറ്റ ബ്രീച്ചസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസസ്, പ്രൈവസി വയലേഷൻ സൈബർ ക്രൈമിലൂടെ സംഭവിക്കുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് മണി ലോണ്ടറിങ് ആണ്. മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ലാർജ് എമൗണ്ട് ഓഫ് മണി ജനറേറ്റഡ് ബൈ എ ക്രിമിനൽ ആക്ടിവിറ്റി. ഓക്കെ. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ ലാർജ് എമൗണ്ട് ഓഫ് മണി സമ്പാദിക്കാം. ഓക്കെ. എക്സാമ്പിളായിട്ട് ഡ്രഗ് ട്രാഫിക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത നമുക്ക് തിയറീസ് നോക്കാം. ഫസ്റ്റ് തിയറീസ് ഡിഫറൻഷ്യൽ അസോസിയേഷൻ തിയറിയാണ്. ഇതിൻ്റെ പ്രൊപ്പണൻ്റ് എഡ്വിൻ സൂദർലാൻഡ് ആണ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ക്രിമിനൽ ബിഹേവിയർ ഈസ് ലേൺഡ് ത്രൂ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ് എന്നാണ്. ഓക്കെ. ക്രിമിനൽ ബിഹേവിയർ നമ്മൾ ലേൺ ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിലൂടെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റിലൂടെ ആണെന്ന് പറയുന്നു. ഓക്കെ. ലൈക്ക് ഇപ്പോൾ കൊളീഗ്സ് എന്തെങ്കിലും അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾ ക്രൈം കമ്മിറ്റ് ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പുതിയൊരു എംപ്ലോയി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊളീഗിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ബിസിനസ് ഐഡിയാസിനാണെങ്കിൽ ബിസിനസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അത് അൺഎത്തിക്കൽ വേയിലൂടെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഒരു അൺഎത്തിക്കൽ കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ടാവാം. ഓക്കെ. അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന അൺഎത്തിക്കൽ വേ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അത് ഇയാൾ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സ്ട്രെയിൻ തിയറിയാണ്.
സ്ട്രെയിൻ തിയറിയുടെ പ്രൊപ്പണൻറ്റ് റോബർട്ട് കെ മേർട്ടനാണ്. ഓക്കെ, crime happens when people feel pressure because they can't reach their goal, like financial success, through legal ways. This frustration leads them to commit crime to achieve those goals. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ലെജിറ്റിമേറ്റ് മീൻസിലൂടെ സോഷ്യലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു വ്യക്തികൾക്ക് ഉണ്ടാകുന്ന പ്രഷർ മൂലം ക്രൈം സംഭവിക്കും. ഓക്കെ, ഇതാണ് വൈറ്റ് കോളർ ക്രൈമിലേക്ക് നയിക്കുന്നത്. ഫിനാൻഷ്യൽ സക്സസ്സിന് വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ ഗോൾസിന് വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, റാഷണൽ ചോയ്സ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ട് വൈറ്റ് കോളർ ക്രൈം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, ഒരു റിസ്ക് എടുത്ത് അവരൊരു ക്രൈം ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അത് വലുതായിരിക്കും ഉണ്ടായിരിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇമ്പാക്റ്റ് ആൻഡ് കോൺസിക്വൻസ് നോക്കാം. ഇമ്പാക്റ്റിൽ എക്കണോമിക് ലോസ്, ട്രസ്റ്റ് എറോഷൻ, മാർക്കറ്റ് ഡിസ്റ്റോർഷൻ, ജോബ് ലോസസ്, സോഷ്യൽ ഇനീക്വാലിറ്റി, ഇതൊക്കെയാണ് വരുന്നത്. എക്കണോമിക് ലോസ് എന്ന് പറയുന്നത് ഫ്രോഡ് ചെയ്യുന്നതിലൂടെ എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഗവൺമെൻറ് അതുപോലെ ബിസിനസ്സിന് ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ദീസ് ലോസസ് ക്യാൻ വീക്കൺ ദി ഇക്കോണമി ആൻഡ് റെഡ്യൂസ് ഫണ്ട്സ് അവൈലബിൾ ഫോർ പബ്ലിക് സർവീസസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. രണ്ടാമത് ട്രസ്റ്റ് എറോഷൻ. കമ്പനീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ വൈറ്റ് കോളർ ക്രൈംസിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ പീപ്പിൾസിന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടോ കമ്പനീസിനോടോ ഉണ്ടാകുന്ന ട്രസ്റ്റ് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അത് എഫക്റ്റ് ചെയ്യുക കൺസ്യൂമർ കോൺഫിഡൻസ് ഇല്ലാണ്ടാവുന്നു, അതേപോലെ റെഡ്യൂസിങ് സ്പെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. മൂന്നാമത്തെ പറയുന്നത് മാർക്കറ്റ് ഡിസ്റ്റോർഷനാണ് പറയുന്നത്. ലൈക്ക് ഇൻസൈഡർ ട്രേഡ്, അതേപോലെ പ്രൈസ് ഫിക്സിങ്, ഇങ്ങനെയുള്ള വൈറ്റ് കോളർ ക്രൈംസ് അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാക്കും. അതുപോലെ ഫെയർ കോമ്പറ്റീഷൻ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് നാലാമത്തെ പോയിന്റ് പറയുന്നത് ജോബ് ലോസസ് ആണ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രോഡ് മൂലം നമ്മുടെ കമ്പനീസ് ഫേസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ട്രബിൾസും അതേപോലെ ഇത് കമ്പനി ലേ ഓഫിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് ജോബ് ലോസസിലേക്കും അല്ലെങ്കിൽ ഒരു ബാങ്ക്രപ്റ്റസിയിലേക്കും ഈ വൈറ്റ് കോളർ ക്രൈംസ് നയിക്കും. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ഇനീക്വാലിറ്റിയാണ്. വൈറ്റ് കോളർ ക്രൈംസ് വെൽത്തി പീപ്പിൾസ് അധികവും നടത്തുന്നുണ്ടാവുക പുവർ പീപ്പിൾസിൻ്റെ ക്യാഷ് വെച്ചിട്ട് അവരതിന് ബെനിഫിറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ദിസ് widens the gap between rich and poor, deepening social inequality and reducing public trust in justice systems. നെക്സ്റ്റ് പറയുന്ന കോൺസിക്വൻസ് ഓഫ് വൈറ്റ് കോളർ ക്രൈംസ് ആണ്. ഇത് വളരെ സിമ്പിളാണ്. ലീഗൽ പെനാൽറ്റീസ്, റെപ്യൂട്ടേഷണൽ ഡാമേജസ്, ഫിനാൻഷ്യൽ റിക്കവറി കോസ്റ്റ്, ഇമോഷണൽ ഇമ്പാക്റ്റ് ഒക്കെയാണ്. ലീഗൽ പെനാൽറ്റീസ് എന്ന് പറയുമ്പോൾ ക്രൈം നടത്തുന്നതുകൊണ്ട് തന്നെ ഇംപ്രിസൺമെൻറ്റോ ഫൈൻസോ എന്തായാലും ചാർജ് ചെയ്യും. പിന്നെ റെപ്യൂട്ടേഷണൽ ഡാമേജസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് പബ്ലിക് ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഒക്കെ ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ലോസും ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസും അവിടെ റെഡ്യൂസ് ആവുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ബ്രാൻഡിൻ്റെ ഇമേജ് പോകുന്നു. ആൻഡ് ഫിനാൻഷ്യൽ റിക്കവറി കോസ്റ്റ്, ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഈ കേസ് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവാണ്. വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറയുന്നത് ഹൈ സ്റ്റാറ്റസിലിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന ക്രൈംസാണ് വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറയുന്നത്. ആൻഡ് താങ്ക് യു.